ഇന്ന് നമുക്ക് യശയ്യാപ്രവചൻ്റെ പുസ്തകത്തിൽ നിന്ന് ഒരു ഭാഗം ചിന്തിക്കാം. യശയ്യാപ്രവചനം 3-ാം അധ്യായം 14 പറയുന്ന വിവരണം എന്താണെന്ന് പരിശോധിക്കാം. സിയോൻ പുത്രിയെക്കുറിച്ച്. സിയോൻ പുത്രിമാർ. യഹോവ പിന്നെയും അരുളി ചെയ്തതെന്തെന്ന്, സിയോൻ പുത്രിമാർ നിഗളിച്ചും കഴുത്തു നീട്ടിയും എരികണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പൊലി കേൾപ്പിക്കുകയും ചെയ്യുന്നു. ഇത് നിമിത്തം യഹോവ സിയോൻ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും. യഹോവ അവരുടെ ഗുഹ്യപ്രദേശങ്ങളെ നഗ്നമാക്കും. അന്ന് കർത്താവ് അവരുടെ കാൽച്ചിലമ്പുകളുടെ അലങ്കാരം, അവരുടെ നെറ്റിപ്പട്ടം, ചന്ദ്രക്കല, കാതില, കടകം, കവണി, തലപ്പാവ്, കാൽത്തട്ട, പകിട്ടു, പരിമളപ്പെട്ടി, തകിട്ടുകൂട്, മോതിരം, മൂക്കുത്തി, ഉത്സവം വസ്ത്രം, മേലാട, ശാൽവ, ചെറുസഞ്ചി, ദർപ്പണം, സോമപടം, കല്ലാവ്, മൂടുപടം എന്നിവ നീക്കിക്കളയും. അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും അരക്കറ്റയ്ക്ക് പകരം കയറും, പുരികുഴലിന് പകരം കഷണ്ടിയും കുടയാട് പകരം രട്ടും സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. നിന്റെ പുത്രന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും. അതിൻ്റെ വാതിലുകൾ വിലപിച്ചു ദുഃഖിക്കും, അത് ശൂന്യമായി നിലത്ത് കിടക്കും. സിയോൻ പുത്രിമാർ എന്ന് പറഞ്ഞിരിക്കുന്ന വിഭാഗം എന്താണ് എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഇവിടെ സിയോൻ പുത്രിയുടെ അലങ്കാരങ്ങളെക്കുറിച്ചാണ് നമ്മൾ താഴെ വായിച്ചത്. ഈ സിയോൻ പുത്രി എവിടെയാണ് ആരംഭിച്ചത്, ജനിച്ചത് എന്നുള്ളത്, സിയോൻ പുത്രി എന്ന് പറഞ്ഞിരിക്കുന്ന ഈ പ്രയോഗത്തിന് ഒരു നിഴലും ഒരു പൊരുളും ഉണ്ട്. കയീനും ഹാബേലും. കയീൻ സിയോൻ പുത്രിയുടെ ഒരു വിഭാഗവും ഹാബേൽ സിയോൻ പുത്രിയുടെ മറ്റൊരു വിഭാഗവുമാണ്. അതായത് കയീൻ ജഡിക ഇസ്രായേലും ഹാബേല് ആത്മീയ ഇസ്രായേലും ആണ്. അതിന് സമാന്തരമായി തന്നെ ഇസ്രായേൽ എന്ന് പറയുന്ന ജാതിക്ക് മൊത്തത്തിൽ മറ്റൊരു പൊരുൾ ഉണ്ടെന്നുള്ളതാണ്. ഇസ്രായേൽ എന്നുള്ളതിന് ആത്മീയ ഇസ്രായേൽ എന്നും ജഡീയ ഇസ്രായേലും എന്നുള്ള വേർതിരിവിൽ യഥാർത്ഥ സഭയെന്നും കപട സഭയെന്നും പേരുള്ള പ്രസ്ഥാനം ഉണ്ട് എന്നുള്ളതാണ് തിരുവെഴുത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഇവിടെ പറയുന്ന ജഡീയ ഇസ്രായേൽ അവരുടെ അലങ്കാരം, കപട ഇസ്രായേലാകുന്ന നാമധേയ ക്രൈസ്തവ മാർഗങ്ങൾ അവരുടെ അലങ്കാരങ്ങൾ, അവരുടെ ആഭരണങ്ങൾ, അവരുടെ നാശം, ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെയാണ് ഈ വേദഭാഗം പറയുന്നത്. ഇതിൻ്റെ യശയ്യാവ് 3-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങൾ നമുക്കൊന്ന് പരിശോധിക്കാം. അപ്പോൾ ഈ വിഷയം കുറേ കൂടെ പ്രത്യക്ഷമായി നമുക്ക് തെളിഞ്ഞു കിട്ടും. യഹോവ തന്റെ ജനത്തിൻ്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും ന്യായസ്ഥാനത്തിൽ പ്രവേശിക്കും. നിങ്ങൾ മുന്തിരിത്തോട്ടം തിന്നുകളഞ്ഞു, എളിയവരോട് കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിൽ ഇല്ലയോ? എൻ്റെ ജനത്തെ തകർത്തു കളവാനും എളിയവരെ ദുഃഖിപ്പിപ്പാനും നിങ്ങൾക്ക് എന്ത് കാര്യം എന്ന് സൈന്യങ്ങളുടെ യഹോവ അരുളി ചെയ്യും. ജഡീയ ഇസ്രായേലിലുണ്ടായിരുന്ന ശാസ്ത്രിമാരും പുരോഹിതന്മാരും മൂപ്പന്മാര് തുടങ്ങിയ വിഭാഗങ്ങൾ, ചുങ്കക്കാരും പാപികളും എന്ന് പറയുന്ന ആ താഴ്ന്ന തരത്തിലുള്ള ആളുകളെ പീഡിപ്പിച്ച കാര്യമായി ഇവിടെ പറയും. അതുകൊണ്ട് യഹോവ നിങ്ങൾക്ക് എതിരായി ന്യായം വിധിക്കും എന്ന് പറയുന്നു. അപ്പം ജഡീയ ഇസ്രായേലിന് ഇത് വിധത്തിലുള്ള ന്യായവിധി വന്നുവെങ്കിൽ ആത്മീയ ഇസ്രായേലിൽ നിലകൊള്ളുന്ന ആധിപത്യങ്ങൾ, മതാധിപത്യങ്ങൾ, അതിനൊരു ന്യായവിധി ഉണ്ടാകും എന്നാണ് കർത്താവിയുടെ
പറയുന്നു. കാരണം എൻ്റെ ജനത്തെ തകർത്തു കളവാനും എളിയവരെ ദുഃഖിപ്പാനും നിങ്ങൾക്കെന്ത് കാര്യം? എൻ്റെ ജനമെന്ന് പറയുന്നത് AD 1-ാം നൂറ്റാണ്ട് മുതൽ ജീവിച്ചിരുന്ന യേശുക്രിസ്തുവിൻ്റെ സഭയെ സംബന്ധിച്ച് അതിലേക്ക് പ്രവേശിക്കുന്നവരെ കുറിച്ചാണ് ഇതിൻ്റെ പൊരുളിൽ എളിയവർ എന്ന് പറയുന്നു. അപ്പോസ്തലന്മാരുടെ കാലശേഷം 2-3 നൂറ്റാണ്ടുകളിൽ യഥാർത്ഥമായ സത്യസഭയെ പീഡിപ്പിക്കുന്ന കപടസഭ രൂപം പ്രാപിക്കുകയും അന്നു മുതൽ ആത്മീയ സത്യങ്ങളിൽ നിലനിൽക്കുന്ന യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യന്മാരെ കൊന്നൊടുക്കുകയും ചെയ്ത പ്രസ്ഥാനമാണ് ഈ കപടസഭ എന്ന് പറയുന്നത്. അതിന് ഒരു ന്യായവിധി ഉണ്ടാകുമെന്നാണ് യഹോവ അരുളി ചെയ്യുന്നത്. അപ്പോൾ ഈ സിയോൻ പുത്രിമാർ, ഇവരുടെ മക്കൾ, ഇവരെന്തെല്ലാം ആഭരണങ്ങളാണ് അണിഞ്ഞിരിക്കുന്നതെന്നാണ് താഴെ പറയുന്നത്. സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടി. അവരുടെ നിഗളം സഭയെക്കുറിച്ച് പറയുന്നത് സ്ത്രീയായിട്ടാണ്. വേദപുസ്തകത്തിൽ സഭയെ സൂചിപ്പിക്കുന്നത് സ്ത്രീയെ ആണ്. വെളിപ്പാട് യെശയ്യാവ് 47 ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. ബാബേൽ പുത്രിയായ കന്യകയെ ഇറങ്ങി പൊടിയിലിരിക്ക, കൽദയ പുത്രി സിംഹാസനം കൂടാതെ നിലത്തിരിക്ക എന്ന് പറയുന്നു. അപ്പം സിയോൻ പുത്രിക്ക് സമാന്തരമായ ഒരു ജാതീയ സിംഹാസനം ഇട്ടിരിക്കുന്ന ഒരു കന്യക ഉണ്ടാകുമെന്ന്. ആ കന്യക ഒരു സമയത്ത് സിംഹാസനത്തിൽ നിന്ന് ഇറങ്ങി നിലത്തിരിക്കേണ്ട അവസ്ഥയുണ്ടാകും എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അവസ്ഥയിൽ വരുമ്പോൾ ഈ സിയോൻ പുത്രിമാരുടെ അലങ്കാരങ്ങൾ എല്ലാം വെറും ശൂന്യമായി തീരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എന്താണ് ഈ പൊരുളിലെ സിയോൻ പുത്രിയുടെ അലങ്കാരങ്ങൾ? സത്യവും അസത്യവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ മനസ്സിലാക്കുമ്പോഴാണ് ഈ അലങ്കാരങ്ങൾ എന്താണെന്ന് അർത്ഥമാവുന്നത്. ഒരുപാട് ദുരുപദേശങ്ങൾ സിയോൻ പുത്രിയുടെ കീഴിൽ മനുഷ്യർക്ക് നൽകിയിട്ടുണ്ട്. യേശു ദൈവമല്ല, ദൈവപുത്രനല്ല, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ അവർക്ക് വ്യക്തമായ തീരുമാനമില്ല. അവസരോചിതമായി ആളുകളെ പിടിച്ചു നിർത്താൻ വേണ്ടി ഈ 2 കാര്യവും എപ്പോഴും മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ കൃത്യമായൊരു സ്വഭാവം ഈ സിയോൻ പുത്രിമാർക്ക് ഇല്ല എന്നുള്ളതാണ്. യേശുക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണെന്ന് വേദപുസ്തകം പറയുമ്പോൾ യേശുക്രിസ്തു ദൈവമാണെന്ന് അനുയായികളെ സിയോൻ പുത്രിമാർ പഠിപ്പിക്കുന്നു. യേശുക്രിസ്തു ക്രൂശിൽ മരിച്ചത് യേശുക്രിസ്തു അല്ല, പിതാവായ ദൈവം തന്നെയാണ്. പിതാവായ ദൈവം തന്നെയാണ് യേശുക്രിസ്തു. മരിച്ചവൻ മരിക്കുന്നില്ല, അവരുടെ ആത്മാവ് ജീവിച്ചിരിക്കുന്നു. അവർക്ക് വേണ്ടി പുണ്യകർമ്മങ്ങൾ ചെയ്യണം. പിന്നെ മധ്യസ്ഥന്മാരോട് പ്രാർത്ഥിക്കണം, കന്യാമറിയാമിനോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെ ഒരുപാട് ഉപദേശങ്ങൾ. തൃത്വം, നരകം, മനുഷ്യ ആത്മാവിൻ്റെ അമർത്യത, ഇങ്ങനെ ഒരുപാട് അലങ്കാരങ്ങൾ ക്രൈസ്തവ ലോകത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഈ അലങ്കാരങ്ങളെയെല്ലാം ദൈവം നശിപ്പിച്ചു കളയും എന്നാണ് പറയുന്നത്. ഇത് അന്ത്യകാലത്താണ് ഈ നാശത്തിനുള്ള അതിൻ്റെ ന്യായവിധി വച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ദുരുപദേശങ്ങളായ അലങ്കാരങ്ങൾ നശിപ്പിക്കപ്പെടുമ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധം. ഇന്ന് വളരെ സുഗന്ധം വീശിക്കൊണ്ടാണ് എല്ലാ സിയോൻ പുത്രിമാരാകുന്ന ക്രൈസ്തവ മത സംഘടനകൾ നിലനിൽക്കുന്നത്. ഞങ്ങൾ അപ്പോസ്തലന്മാർ പഠിപ്പിച്ച ഉപദേശങ്ങളുടെ പിന്തുടർച്ചയാണ്, ഞങ്ങളതാണ് പഠിപ്പിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ ഈ ദുരുപദേശങ്ങളായ അലങ്കാരങ്ങൾ ദൈവം നശിപ്പിച്ചു കഴിയുമ്പോൾ എന്തു ചെയ്യും? അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും, അരക്കച്ചയ്ക്ക് പകരം അരക്കച്ചയ്ക്ക് പകരം കയറും, പുജികുഴലിന് പകരം കഷണ്ടിയും ഉണ്ടാകും, സൗന്ദര്യത്തിന് പകരം കരിവാളിപ്പും ഉണ്ടാകും. നിന്റെ പുരുഷന്മാർ വാളിനാൽ വീഴും,
ഈ ക്രൈസ്തവ മണ്ഡലങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന വേദപണ്ഡിതന്മാരെന്ന് പറയുന്ന വിദഗ്ധന്മാരെ കുറിച്ച് അവർ വാളിനാൽ വീഴും. ജഡിക ഇസ്രായേലിലും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. അവരുടെ വീരന്മാർ, ശാസ്ത്രിമാർ, പരീശന്മാർ തുടങ്ങിയ ഭരണകർത്താക്കൾ യേശുവിനെ തള്ളിക്കളഞ്ഞതോടുകൂടി അവർ നിലത്ത് വീണു, യുദ്ധത്തിൽ എന്ന പോലെ. അതുകൊണ്ട് അതിൻ്റെ വാതിലുകൾ വിലപിച്ച് ദുഃഖിക്കും. മഹദിയാം ബാബിലോണിലേക്ക് പ്രവേശിപ്പിക്കാനുള്ള വാതിലുകൾ തകർന്നു വീഴും. അവളെ വിട്ടുപോരുവിൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് മഹദിയാം ബാബിലോണിന് പിന്നെ ആളുകളെ കിട്ടാതെയാകും അതിൻ്റെ ന്യായവിധിയുടെ സമയങ്ങൾ. യെശയ്യാ വെളിപ്പാട് പുസ്തകം 18-ാം അധ്യായത്തിൽ ഒരു സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. 17-ാം അധ്യായത്തിൽ മർമ്മം മഹദിയാം ബാബിലോൺ എന്ന് പറയുന്നു. 18-ാം വാക്യത്തിൽ അവളുടെ വീഴ്ചയെക്കുറിച്ച് പറയുന്നു. അവളുടെ വീഴ്ചയ്ക്ക് കാരണമായി തീർന്നത് എന്താണ്? അവൾ അപ്പോസ്തലന്മാരുടെ, പ്രവാചകന്മാരുടെ, അവരുടെ എല്ലാം രക്തം, ആ സഭയാകുന്ന ആ സ്ത്രീ അവരുടെ എല്ലാം രക്തം ചൊരിയിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ സ്ത്രീയെക്കുറിച്ച് ഭൂമിയിലെ വ്യാപാരികൾ പൊന്ന്, വെള്ളി, രത്നം, മുത്ത്, നേരിയ തുണി, ധൂമ്രവസ്ത്രം, പട്ട്, കടുംചുവപ്പ്, ചന്ദനത്തരങ്ങൾ, ആനക്കൊമ്പ് കൊണ്ടുള്ള സകലവിധ സാമാനങ്ങൾ, വിലയേറിയ മരവും പിച്ചളയും ഇരുമ്പും മർമ്മറക്കല്ലും കൊണ്ടുള്ള ഓരോ സാമാനം, ലവംഗം, ഏലം, ധൂപവർഗം, 100 കുന്തിരിക്കം, എണ്ണ, നേരിയ മാവ്, കോതമ്പ്, കന്നുകാലി, ആട്, കുതിര, രഥം, മാനുഷപ്രാണൻ, മാനുഷദേഹം എന്നീ ചരക്ക് ഇനി വാങ്ങായികയാൽ അവളെ ചൊല്ലി ദുഃഖിക്കുന്നു. മഹദിയാം ബാബിലോണിന്റെ കച്ചവട സാധനങ്ങളായതെല്ലാം. ഇത് ആത്മീയാർത്ഥത്തിലും ഭൗതികമായിട്ടും ഈ കച്ചവട സ്ഥാപനങ്ങളെല്ലാം മഹദിയാം ബാബിലോണിന്റെ പ്രസ്ഥാനങ്ങളാണ്. പിതാവായ ദൈവത്തെക്കുറിച്ചും യേശുക്രിസ്തുവിനെക്കുറിച്ചും അവൻ്റെ നിർണയങ്ങളെക്കുറിച്ചും പറയുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യേണ്ട നാമധേയ ക്രൈസ്തവ മതമാകുന്ന ഈ വ്യാജമത പ്രസ്ഥാനത്തിൻ്റെ വ്യാപാര സാധനങ്ങൾ, ഈ സൂര്യന് കീഴെ കിട്ടാവുന്ന എല്ലാ വസ്തുക്കളും അവിടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പം ഇവിടുത്തെ വിഷയം എന്താണ്? ആത്മീയമല്ല, പ്രാകൃതമാണ് ഈ കച്ചവട സ്ഥാപനങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇത് മഹദിയാം ബാബിലോണിന്റെ സിയോൻ പുത്രിയുടെ പ്രസ്ഥാനത്തിൽ നിലനിൽക്കുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ട് ദൈവജനത്തോട് അവളെ വിട്ടുപോരുവിൻ, അവളുടെ പാപം ആകാശത്തോളം കുന്നിച്ചിരിക്കുന്നു, അവളുടെ അകൃത്യം ദൈവം ഓർത്തിട്ടുമുണ്ട്. അവൾ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങൾ അവൾക്ക് പകരം ചെയ്യുവിൻ. അപ്പോൾ നാം ആദ്യം ചിന്തിച്ച ഭാഗത്ത് ജഡിക ഇസ്രായേലും ആത്മീയ ഇസ്രായേലും തമ്മിലുള്ള പോരാട്ടം, ആത്മീയ ഇസ്രായേലായ ക്രിസ്തുവിൻ്റെ സഭയെ തകർക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ജഡിക ഇസ്രായേലാവുന്ന കയീൻ, ആ കയീൻ പ്രതിനിധീകരിക്കുന്ന വ്യാജമത പ്രസ്ഥാനങ്ങൾ, അതിനെക്കുറിച്ച് വെളിപ്പാട് പുസ്തകത്തിൽ പറയുന്ന ആ സിയോൻ, ആ മാതാവിൻ്റെ മക്കൾ എന്ന് പറയുന്നു. മർമ്മം മഹദിയാം ബാബിലോൺ, വേശ്യമാരുടെയും മ്ലേച്ഛതകളുടെയും മാതാവ് എന്ന് എഴുതിയിരിക്കുന്ന ആ സ്ത്രീ, ആ സ്ത്രീയുടെ മറ്റുള്ള സന്താനങ്ങളായി നിലകൊള്ളുന്ന മറ്റ് നാമധേയ മാർഗങ്ങൾ, ഈ മാതൃസഭയിൽ നിന്നും കിട്ടിയ അതേ ഉപദേശങ്ങൾ തന്നെ ആണ് ഈ മക്കളാകുന്ന സഭകളും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം ത്രിയേകനാണ്, യേശു ദൈവമാണ്, യേശു ദൈവപുത്രനാണെന്ന് പഠിപ്പിക്കുന്നില്ല. മനുഷ്യാത്മാവ് സ്വർഗത്തിലേക്ക് പോകുന്നു, പാപികളുടെ ആത്മാവ് നരകത്തിലേക്ക്. നമ്മൾ ഒന്ന് തന്നെ പഠിപ്പിച്ചിട്ട് എന്താണ്? അപ്പൊ യഹോവയുടെയും യേശുക്രിസ്തുവിന്റെയും ദൃഷ്ടിയിൽ ഈ നാമത്തിന്റെ ഒരു കലവറയായി തീർന്നിരിക്കുകയാണ്. അതുകൊണ്ട് കൊണ്ടിരിക്കുന്നു. അത് യേശുക്രിസ്തുവിന്റെ പ്രത്യേക
ഉപദേശങ്ങളും അതിൽ നിലനിൽക്കുമെന്നാണ്. ഭൗതികവുമായ ഈ നാമധേയ സഭയിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നത് പറഞ്ഞ യഥാർത്ഥമായ എന്നുള്ളതാണ്. ആ വിട്ടുകളഞ്ഞ വരെ ഈ ബാബേൽ ഇങ്ങനെ